ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ്. ഗണിതത്തിലെ 3rd ചാപ്റ്റർ 1000. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നും പറയുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അറിയിക്കുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3ാമത്തെ പാഠം 1000. നമ്മൾ എന്താണ് ഇവിടെ പഠിക്കുന്നത്? 3ാമത്തെ പാഠത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ആ ഹെഡിങ്ങിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? 1000ത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഇനി 4 അക്ക സംഖ്യകളിലോട്ട് കടക്കുകയാണ്. അതായത് 3 അക്ക സംഖ്യകളൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഇനിയും പഠിച്ചു കഴിയാത്ത കൂട്ടുകാരാണെങ്കിൽ വേഗം പഠിച്ചോളുക. കാരണം എന്താണ്, നമ്മൾ 4 അക്ക സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1000 എന്ന് പറയുന്നത് എന്താ? 1 0 0 അല്ലേ? 0, അതായത് 4 അക്ക സംഖ്യയാണ് 1000 എന്ന് പറയുന്നത്. അപ്പൊ ഈ മുതൽ നമ്മൾ 1000ത്തിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ 4 അക്ക സംഖ്യയിലോട്ട് പോവുകയാണ് അല്ലേ? അപ്പൊ വേഗം 3 അക്ക സംഖ്യകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർക്കാണ് 4 അക്ക എളുപ്പമാവുക. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കായികമേളയാണ് കേട്ടോ. കായികമേള നമുക്ക് ആദ്യം വായിക്കാം. ചോദ്യം എന്താന്ന് വായിച്ചു നോക്കാം. പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ് നമ്പർ വാങ്ങേണ്ടതാണ്. 986 മുതലുള്ള 15 പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാകുക. ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകൾ എഴുതുക. അപ്പൊ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നമ്മൾ ലോങ് ജമ്പ് മത്സരം നടക്കാൻ പോവാണ് അല്ലേ? അതിനുള്ള ചെസ് നമ്പർ എഴുതി 15 പേരാണ് കേട്ടോ പങ്കെടുക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 986. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് നമ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ അറിയായിരിക്കും. 1 തൊട്ട് 1000 വരെയൊക്കെ ഓർഡർ തെറ്റാണ്ടൊക്കെ എഴുതാൻ അറിയായിരിക്കും. അത് മാത്രം പോരാ, നമുക്ക് ഒരു സംഖ്യ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വായിക്കാനും, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സംഖ്യ എത്രയാണെന്ന് നമുക്ക് വായിക്കാനും കൂടെ അറിയണം അല്ലേ? 986. ആ വായിക്കുന്ന കാര്യം നമുക്ക് അക്ഷര തെറ്റില്ലാണ്ട് എഴുതാനും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ സംഖ്യ കൃത്യമായിട്ട് പഠിച്ചു നമുക്ക് പറയാൻ പറ്റുക. ഇത് ഏതാണ് സംഖ്യ നമുക്ക് വായിക്കാൻ അറിയണ്ടേ? ഇതേതാണ്? 986. ഇവിടെ എന്താ എഴുതാൻ പറയുന്നത്? 986 തൊട്ടിട്ടാണ് ചെസ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 986 തൊട്ട് 15 തുടർച്ചയായിട്ടുള്ള 15 നമ്പറാണ് എഴുതി ചേർക്കേണ്ടത് കേട്ടോ. അപ്പൊ ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ്റ്റ് നമ്പറുകൾ എഴുതുക. ഇവിടെ 986, അടുത്ത് എന്താണ്? 987, 988, 989, അത് കഴിഞ്ഞാൽ 990, 991, 992, 993, 994, 995, 996, 997, 998, 999, 999. എന്താണ് ഈ സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയാം. ഇതാണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. അതായത് ഇനി 999 കൂടെ 1 കൂടിക്കഴിഞ്ഞാൽ അതെന്തായി മാറും? 4 അക്ക സംഖ്യയായി മാറും. അതായത് ഇവിടെ 999 നിന്നും 3 അക്ക സംഖ്യ കഴിയുകയാണ് കേട്ടോ. അപ്പൊ 999 ആണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? 100 കേട്ടോ. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 100 ആണ്. ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാണ്? 10 ആണ്. മനസ്സിലായല്ലോ? ഏറ്റവും വലിയ 2 അക്ക സംഖ്യ 99. അത് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഒരു മനസ്സിലാൻ വേണ്ടി പറഞ്ഞു മാത്രം. അപ്പൊ ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് 999. അപ്പൊ ഇതോടുകൂടെ 3 അക്ക സംഖ്യകൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് എത്രയാണ്? 999 കൂടെ 1 കൂട്ടുക. 1 കൂട്ടിയാൽ എത്രയാണ് വരിക? 1000. മനസ്സിലായല്ലോ? 1000. എങ്ങനെ 1000 എഴുതുക? 1 എഴുതിയിട്ട് 3 പൂജ്യം ഇട്ടാൽ എന്താണ്? 1000. ഇവിടെ എന്താ പറയണത് നോക്കൂ. മുയൽ എന്താ പറയണത്? ഞാനും ഉണ്ട് എന്ന് പറയാണ് അല്ലേ? അപ്പൊ മത്സരം നടത്തുന്ന നമ്മുടെ കുരങ്ങച്ചാർ എന്താ പറയണത്? നീ 1001 ആണ്. ലോങ് ജമ്പിൽ നിന്റെ പേരില്ല. എന്താ പറയണത്? നീയല്ല, നിന്റെ നമ്പർ എത്രയാണ്? 1001. എന്ന് വെച്ചാൽ 1000 കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ 1 2 3 നമ്മളെ സംഖ്യകൾ എണ്ണി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 1 നിന്നാണ് അല്ലേ? 1000 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എഗെയിൻ നമ്മൾ എന്താണ്? 1001, 1002, 1003, അങ്ങനെ വീണ്ടും 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എന്താണ്? എങ്ങനെ വായിക്കുക? 1001, 1002. എഴുതിയ നമ്പർ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. 1001 എങ്ങനെ എഴുതിയിരിക്കുന്നത്? 1000 എഴുതി 1000ത്തിന്റെ അവസാനത്തെ 0, ആ 0ത്തിന് അവിടെ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത്. 1, ആ 0 മാറിയിട്ട് അവിടെ ആരാവും? 1 ആവും. 1001, 1002, അങ്ങനെ 1000ഉം 1ഉം ചേർന്നതാണ് 1001. ചെസ് നമ്പർ താഴെ വീണല്ലോ, ക്രമത്തിലാക്കി തരുമോ? അപ്പൊ 1001 കഴിഞ്ഞാൽ അടുത്തെന്താ? 1002, 1003, 1004, 1005, 1006, 1007, 1008, 1009, 1010, 1011. അപ്പൊ 1010
10 എന്ന് പറയുമ്പോൾ അവിടെ 10 എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യയാണ് അല്ലേ. അപ്പൊ 1000ന്റെ ഒരു 0 കൂടെ പോയിട്ട് അവിടെ എന്താവും, അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 10 എഴുതേണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെ 1000ന്റെ ഒക്കെ എങ്ങനെ എഴുതുന്ന സമയത്തും മൊത്തം എണ്ണി നോക്കുമ്പോൾ 4 അക്കങ്ങൾ മാത്രമേ അതിൽ പാടുള്ളൂ കേട്ടോ. അപ്പൊ അല്ലാണ്ട് 1004 എന്ന് പറയുമ്പോൾ നിങ്ങൾ 1000 അത് 1000 ഇട്ടിട്ട് 4 എഴുതി കഴിഞ്ഞാൽ അത് 5 അക്ക സംഖ്യയായി മാറും അല്ലേ. അപ്പൊ സംഖ്യ തെറ്റും. അപ്പൊ 1010, 1011, 1012. അടുത്ത ടോപ്പിക് അനൗൺസ്മെന്റ്. മഞ്ചാടിപ്പെരുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകളാണ് പട്ടികയിൽ. അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. കുട്ടൻ ആനയെ സഹായിക്കാമോ? ഇവിടെ എന്താണ് എഴുതേണ്ടത്? അക്ഷരത്തിൽ എഴുതാൻ പറയാണ് അല്ലെ. 3 അക്ക സംഖ്യകളെ അക്ഷരത്തിൽ എഴുതാനാണ് പറയുന്നത്. 879. അടുത്തത് 904, 918, 906. അതായത് 904 ആയിരുന്നു അല്ലെ, ഇത് 906. അടുത്തത് 809. 9 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്, 9 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. 9 എന്ന് എഴുതിയത് ഇവിടെ 9 എന്നുണ്ട്. അടുത്തത് 749. അടുത്ത ടോപ്പിക് ATM. സമ്മാനം സ്പോൺസർ ചെയ്തത് ടിറ്റു തത്തയാണ്. സമ്മാനങ്ങൾക്ക് 760 രൂപയായി. പണം എടുക്കാൻ ATM-ൽ പോയി. കാട്ടിലെ ATM-ൽ 100ന്റെയും 10ന്റെയും 1ന്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേ ഉള്ളൂ. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാകും? എത്ര വീതം ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ സിമ്പിൾ ആണ്. എങ്ങനെയാണ്? മൊത്തം 760 രൂപയാണ് ATM-ന്ന് എടുക്കേണ്ടത്. അപ്പൊ ATM-ലാണെങ്കിൽ 100ന്റെയും 10ന്റെയും 1ന്റെയും മാത്രം നോട്ടും കോയിനും ഉള്ളൂ. അപ്പൊ ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണം വീതം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദ്യം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം, പക്ഷെ ഉത്തരം എന്തേ ആവാൻ പാടുള്ളൂ? ടോട്ടൽ 760 ആവാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 700ന്റെ നോട്ട് എന്ന് വെച്ചാൽ 700ന്റെ ഒരു 200. നമുക്കറിയാം 100 നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. 1 100 ആണെങ്കിൽ 100, 2 100 ആണെങ്കിൽ 200, 3 100 300, 4 100 400, 5 100കൾ 500, 6 100 600, 7 100കളാണെങ്കിൽ 700. അതേപോലെ 6 10 രൂപയുടെ നോട്ട്, 6 10 60. അപ്പൊ 700ഉം 60ഉം കൂടെ കൂട്ടിയ ഉത്തരം എന്താണ്? 760. അടുത്ത ടോപ്പിക് പണം ശേഖരിക്കാം. കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ 4 പേരെ ചുമതലപ്പെടുത്തി. കിട്ടിയ തുക എഴുതിയിരിക്കുന്നത് നോക്കൂ. അപ്പൊ 4 പേരെയാണ് ഭക്ഷണത്തിനായിട്ട് പണം ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആരൊക്കെയാണ്? ഒരു മുതലിയും കുറുക്കനും കാക്കയും മൂങ്ങയും അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, മുതല എത്ര 100 രൂപയുടെ നോട്ട്, എത്ര 10 രൂപ, എത്ര 1 രൂപ, ആകെ തുകയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 9 100 രൂപയും 8 10ഉം 3 1 രൂപയാണ്. അപ്പൊ എത്രയാണ്? 9 100 അല്ലെ. അപ്പൊ 900 രൂപ. 8 10 പറയുമ്പോ 80 രൂപ, 3 രൂപ, 3 1 രൂപ. അപ്പൊ 983. അടുത്തത് ശ്രദ്ധിക്കണം, എളുപ്പമാണെന്ന് വിചാരിച്ച് നമ്മൾ 714 ഒന്നും എഴുതി വെക്കരുത്, അത് ഉത്തരം തെറ്റും. ഇതെങ്ങനെ ചെയ്യണം? ഇവിടെ 10ന്റെ സ്ഥാനത്ത് എങ്ങനെ വന്നിട്ടുണ്ട്? രണ്ടക്ക സംഖ്യ വന്നിട്ടുണ്ട് അല്ലെ. അതായത് 10ന്റെ സ്ഥാനത്ത് 10ന്റെ സ്ഥാനവിലയില് 2 അക്കം വന്നിട്ടുണ്ട്. 2 അക്കം വരുമ്പോ ഈ ആദ്യം കാണുന്ന ഈ 1നെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഈ 7ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഇനി ഒന്നില്ല, 4 മാത്രമേ ഉള്ളൂ. അപ്പൊ 7ന്റെ കൂടെ 1 കൂട്ടി എത്രയാണ്? 8. അപ്പൊ 800. 800 പറഞ്ഞാൽ 800. പിന്നെയോ 4 10 40. 1 രൂപ ഒന്നുമില്ല അല്ലെ. അപ്പൊ 840. അടുത്തത് 785. അപ്പൊ 700, 8 10 രൂപ, 5 1 രൂപ, 5 1 രൂപ. അപ്പൊ 785. അടുത്തത് 909 ആണ്. അപ്പൊ എത്ര 1 രൂപ ഉണ്ടാവും? 9 1 രൂപ അല്ലെ. 9 1 രൂപയുണ്ട്. പിന്നെയോ അതേപോലെ വീണ്ടും രണ്ടക്ക സംഖ്യ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 1നെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരിക. 8ന്റെ കൂടെ എന്ത് ചെയ്യുക? കൂട്ടി. അപ്പൊ 9 ആയില്ലേ? കണ്ടോ? അപ്പൊ 900, ഇവിടെ ഒന്നുമില്ല, ഇവിടെ 0 ആണ്. അപ്പൊ 909. അടുത്തത് ചക്കിപ്പരുന്ത് ശേഖരിച്ച തുക 785. ഈ തുക എങ്ങനെയൊക്കെ ആകാം എന്ന് കാട്ടിലെ കൂട്ടുകാർ ആലോചിച്ച് നോക്കൂ. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും? ആ നോട്ടിന്റെ ക്രമം എങ്ങനെയായിരിക്കുന്നു? എത്ര 100, എത്ര 10, എത്ര 1 ആയിരിക്കും നോക്കാം. അപ്പൊ 785നെ പല രീതിയിൽ എഴുതുന്നതാണ്, അതായത് പല രൂപത്തിൽ എഴുതുന്നതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദ്യം ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇതിനെ പല രൂപത്തിൽ എഴുതാം, വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറയും. എക്സാമിന് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ് മാൻ പറയണത്? 7 100കള് 5 1 ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര 10 ആണുള്ളത് നോക്കൂ. സ്ഥാനവില അറിഞ്ഞിരിക്കണം കേട്ടോ. ആദ്യത്തേത് 100ഉം രണ്ടാമത്തേത് 10ഉം അവസാനത്താണ് 1കൾ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ 700, 8 10കളും 5 1.
ഇനി എല്ലാം ഇവിടെ 100ഉം 10 ഒന്നുമില്ല, മുഴുവനും 1 രൂപയാണെങ്കിലോ 785 ഒന്നുകൾ. മനസ്സിലായല്ലോ? ഇനി 7 100 ഉണ്ട്, അപ്പൊ 10 ഇല്ല, 1 മാത്രമാണെങ്കിൽ ബാക്കിയുള്ള 7 100 എഴുതി, ബാക്കി എത്രയുണ്ട്? 85. അപ്പൊ അത് മുഴുവനായിട്ട് എഴുതുക. അടുത്തത് ഇവിടെ 7 100 എഴുതിയിട്ടില്ല അല്ലെ, അപ്പൊ 78 എന്തായിരിക്കും? 78 പത്തുകൾ. 78 10ഉം 78 10ഉം 5 എന്തായിരിക്കും? 5 ഒന്നുകളും ആയിരിക്കും. മനസ്സിലായല്ലോ? 5 ഒന്നുകളും. അടുത്തത് 700 കൂട്ടണം 80 കൂട്ടണം 5. എന്താ ഉത്തരം വരിക? 785. അടുത്ത 70 പത്തുകൾ. 70 10ഉം 85 ഒന്നുകൾ. ഇവിടെ വൺസ് എന്നല്ല, ഒന്നുകൾ എഴുതുക കേട്ടോ. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ നമ്മൾ അങ്ങനെ എടുത്തത് കൊണ്ട് ഒന്നുകൾ എഴുതണേ ഇവിടെ. അടുത്ത 6 നൂറുകളും 6 നൂറും ഇവിടെ എത്ര പത്തുകൾ വരും? 10 അല്ല കേട്ടോ. ഉത്തരം എന്താ വരിക? കാരണം 6 നൂറാണ്. ഇവിടെ ശരിക്കും എത്ര നൂറാ? 7 നൂറാണ് അല്ലേ? അപ്പൊ 7 നൂറ്. പിന്നെ ഇവിടെ എത്ര പത്താണുള്ളത്? ശരിക്കും 8 10. അപ്പൊ ഇവിടെ എത്ര വരും? 18 പത്തുകൾ വരും. 18 പത്തുകളും 5 ഒന്നുകൾ. കാരണം 18 10 എന്ന് വെച്ചാൽ ഈ ഒരു 10 ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ ഇവിടെ 7 ആവും, അതായത് 7 നൂറാവും. അപ്പൊ ഇതുപോലെ ആവും, കണ്ടോ? ഇതുപോലെ. അപ്പൊ എന്താവും? 7 നൂറായി, 8 പത്തുകളും 5 ഒന്നുമാവും. അടുത്തത് 600 കൂട്ടണം എത്രയാണ്? 175. എത്ര ഉത്തരം വരിക? 785 അല്ലേ? 785. ഇവിടെ 185 ആണ് കേട്ടോ ഉത്തരം. കുഞ്ഞൻ മൂങ്ങിക്ക് കിട്ടിയ 909 രൂപയെ വ്യത്യസ്ത രീതിയിൽ നോട്ട്ബുക്കിൽ എഴുതും. അപ്പൊ ഇവിടെ നമ്മൾ 785 ആണ് എഴുതിയത്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുക? 909 വ്യത്യസ്ത രീതിയിൽ എഴുതി നോക്കുക കേട്ടോ. അടുത്ത ടോപ്പിക് നോക്കാം. തീറ്റ മത്സരമാണ് അടുത്ത ടോപ്പിക്. തീറ്റ മത്സരത്തിനായി കരിമ്പ് കെട്ടുകളാക്കി വയ്ക്കുകയാണ് മല്ലനാന. 100 എണ്ണം വീതമുള്ള 20 കെട്ടുകൾ തയ്യാറാക്കി വെച്ചു. ആകെ എത്ര കരിമ്പുകൾ? അപ്പൊ കരിമ്പിനെ കെട്ടാക്കി വെച്ചിരിക്കുകയാണ്. 20 കെട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ മൊത്തം അതായത് ഒരു കെട്ടിൽ 100 കരിമ്പാണ് ഉള്ളത്, 20 കെട്ടുണ്ട്. അപ്പൊ ആകെ എത്ര കരിമ്പുകൾ ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? 100 ഇൻറ്റു, നിങ്ങൾക്ക് ഗുണനം അറിയാമെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കണ്ടെത്താൻ പറ്റും. 100ഉം 20 വെച്ച് ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ 20 100 തവണ എഴുതി കൂട്ടേണ്ടി വരും. അല്ല, 100 20 തവണ എഴുതി കൂട്ടേണ്ടി വരും അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 100 ഇൻറ്റു ഗുണനമൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങും. വരും ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് ഗുണനമൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇപ്പോഴേ ചില കൂട്ടുകാർക്കൊക്കെ ഗുണനം അറിയായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ 100 ഇൻറ്റു 100 ഗുണിക്കണം 20 ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാല് 20, അതായത് 100 20 തവണ 100 20 തവണ എഴുതി കൂട്ടുന്നതിന് ആൻസർ എന്തായിരിക്കും വരിക? 2000 ആണ് ഉത്തരം വരിക കേട്ടോ. 2000. അപ്പൊ എത്ര കരിമ്പുണ്ട്? 2000 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ 2ഉം ഈ 1ഉം കൂടെ ഗുണിച്ചു. 2 ഗുണിക്കണം 1 എന്താണ്? 2 തന്നെയാണ്. പിന്നെ ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 1 2 3. അപ്പൊ 3 പൂജ്യം കൂടെ എഴുതുക. അപ്പൊ ഉത്തരം എന്താണ് വരിക? 2000 കരിമ്പാണ് ഉള്ളത് കേട്ടോ. അപ്പൊ തീറ്റ മത്സരം നടക്കുന്നതിനിടത്തേക്ക് കരിമ്പ് കൊണ്ടുപോകാമെന്ന് ജിംബൻ ജിറാഫും ബാലുക്കരടിയും ഡിങ്കു കഴുതിയും സമ്മതിച്ചു. എത്ര എണ്ണം വീതമാണ് ഓരോരുത്തരും കൊണ്ടുപോയത്? ഇപ്പൊ ഇവിടെ കരിമ്പ് കെട്ടിന്റെ എണ്ണം 6, അടുത്ത ആൾ 10. അപ്പൊ നമ്മുടെ കഴുത എത്ര കൊണ്ടുപോയിട്ടുണ്ടെന്ന് എങ്ങനെ കണ്ടെത്തും? ആകെ 20 കെട്ടാണ്. അപ്പൊ ഒരാൾ 10 കൊണ്ടുപോയി, ഒരാൾ 6 കൊണ്ടുപോയി, ബാക്കി എന്താ ഉള്ളത്? 20 ബാക്കി 20 10 മാറും, 16 കുറയ്ക്കുക, ബാക്കി എത്രയാ? 4. കരിമ്പുകളുടെ എണ്ണം എഴുതുക. ഒരു കെട്ടിൽ 100, അപ്പൊ 6 കെട്ടിൽ 600. 10 കെട്ടിലോ 1000, 4 കെട്ടില് 400. തീറ്റ മത്സരത്തിനായി കൊണ്ടുവന്ന 2000 മാമ്പഴം 4 ചാക്കുകൾ തുല്യമായി വച്ചിരിക്കുകയാണ്. ഓരോ ചാക്കിലും എത്ര വീതം? അതായത് 2000നെ തുല്യമാക്കി 5 ചാക്കിലാക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എളുപ്പം ചെയ്യാന്ന് വെച്ചാൽ ആദ്യം 2000ന്റെ പകുതി നമുക്ക് അറിയണം. 2000, അതായത് 2ന്റെ പകുതി, 2000ന്റെ പകുതി എന്ന് പറയുന്നത് എന്താ? 1000 ആണ് അല്ലെ? 2000 ആണ് അല്ലെ? അപ്പൊ തുല്യമാക്കി 2 ആക്കുകയാണെങ്കിൽ 1000 1000ന്റെ പകുതി എത്രയാണ്? 500. അപ്പൊ 4 500 ചേരുന്നതാണ് എന്ത്? 2000 എന്ന് പറയുന്നത്. അടുത്തത് വെള്ളംകൂടി മത്സരം. വെള്ളംകൂടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അപ്പൊ ഇവിടെ നോക്കൂ, ഏതൊക്കെ പാത്രത്തിന്റെ അളവ് നോക്കൂ. 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്റർ വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നയാൾ ജയിക്കും. ഓരോരുത്തരും കുടിച്ച വെള്ളത്തിന്റെ അളവ് നോക്കൂ, പട്ടിക പൂർത്തിയാക്കൂ. ഓരോരുത്തരും കുടിച്ച വെള്ളത്തിന്റെ അളവാണ്, ആകെ ലിറ്ററാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ജിംബൻ ജിറാഫ് ഒരു 50 ലിറ്ററും 20 ലിറ്ററും 20 ലിറ്ററിന്റെ 3 എണ്ണവും 10 ലിറ്ററിന്റെ 1 ആണ് കുടിച്ചത്. അപ്പോൾ 50 കൂട്ടണം 60 കൂട്ടണം 10 120. കൊമ്പനാന
50 ലിറ്റർ 3 തവണ അല്ലേ 3 തവണ കുടിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്രയാണ് 150 കൂട്ടണം 80 കൂട്ടണം 20 250. ജിൻഡുക്കാരടി 40 കൂട്ടണം 20 60. എന്തുകൊണ്ടാ 40 20 2 തവണ അല്ലെ 20 ലിറ്റർ വെള്ളത്തിന്റെ അത് വെച്ച് 2 തവണ കുടിച്ചു. അപ്പൊ 40 ലിറ്ററും 2 തവണ 10 ലിറ്ററും അപ്പൊ എന്താ 20. അപ്പൊ 40 കൂട്ടണം 20 60. കുട്ടനൊട്ടകം എത്രയാണ് 100 കൂട്ടണം 100 200. മല്ലൻ കടുവ ഇവിടെ 80 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും കുടിച്ചിട്ടുണ്ടാവുക 20 ലിറ്റർ 2 തവണ കുടിച്ചിട്ടുണ്ടാവും 10 ലിറ്റർ 4 തവണ കുടിച്ചിട്ടുണ്ടാവും അപ്പൊ 80 ആയി. അതുപോലെ ചില്ലുക്കാട്ടുപോത്ത് എങ്ങനെയാണ് 100 ആണ് കുടിച്ചിരിക്കുന്നത്. 50 ലിറ്ററിന്റെ 2 തവണ കുടിച്ചാൽ 100 ലിറ്റർ ആയി അല്ലേ. അപ്പൊ ആരാണ് ജയിച്ചത്? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചിരിക്കുന്നത് ആരാണ്? കൊമ്പനാനയാണ്. ജയിച്ചത് ആരാ? കൊമ്പനാന. 50 ലിറ്ററിന്റെ 2 പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം 20 ലിറ്ററിന്റെ എത്ര പാത്രം വെള്ളം കുടിക്കണം? 50 ലിറ്ററിന്റെ 2 പാത്രം പറയുമ്പോ എന്താ 50 കൂട്ടണം 50 100 ലിറ്റർ വെള്ളം അല്ലെ. അപ്പൊ 20 ലിറ്ററിന്റെ എത്ര പാത്രം കുടിക്കണം 100 ലിറ്റർ കുടിക്കാൻ? 20 എത്ര തവണ കൂട്ടിയാലാണ് 100 ആവുക? 5 തവണ അല്ലെ. അപ്പൊ 5 തവണ കുടിച്ചാൽ മതി. 10 ലിറ്ററിന്റെ പാത്രത്തിലാണെങ്കിലോ 100 ലിറ്റർ എത്ര തവണ എടുക്കണം? 10 തവണ എടുത്താൽ അതായത് 10 ആണ്. അതായത് 10 തവണ ചെയ്ത് കൂട്ടുന്നതാണ് എന്താ ഉത്തരം എന്ന് പറയുന്നത് 100 ആണ് അല്ലെ. 10 തവണ എഴുതി കൂട്ടുന്നത് ഉത്തരം 100 ആണ്. വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്ന് അറിയാമല്ലോ. വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കണം. ഓരോരുത്തരും കുടിച്ച വെള്ളത്തിന്റെ ലിറ്ററിന്റെ അളവ് ആരോഹണ ക്രമത്തിൽ എഴുതുക. അതായത് ഈ ലിറ്ററിന്റെ അളവ് എന്ത് ചെയ്യുക? ആരോഹണ ക്രമത്തിൽ എഴുതുക. 60 80 100 100 120 200 250. അടുത്തത് സമ്മാന കൂപ്പണാണ്. കായിക മത്സരത്തിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വന്നവർക്ക് കങ്കാരു സ്പോർട്സ് 900 രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകി. ഓരോരുത്തർക്കും 3 സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. അവർ തിരഞ്ഞെടുത്തത് ഏതൊക്കെ സാധനങ്ങളാകാം? സാധനവും വിലയാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 3 എണ്ണം തിരഞ്ഞെടുക്കാം. അപ്പൊ എന്തേ വരാൻ പാടുള്ളൂ? ടോട്ടൽ 900 ആണ് വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഓരോരുത്തരും എന്തൊക്കെ തിരഞ്ഞെടുത്തു നമുക്ക് നോക്കാം. ഏതൊക്കെയായിരിക്കും അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? ആദ്യത്തെ ആള് ഷൂസ് 600 രൂപയുടെയും ജേഴ്സി 200ഉം ചെസ് ബോർഡ് 100. ഇപ്പൊ ടോട്ടൽ എത്രയാണ്? 900. അടുത്ത ആള് നെറ്റ് 400, വോളിബോള് 350, ഗ്ലൗസ് 150. അപ്പൊ 900 ആയോ? 750 50 700 900 ആയി അല്ലേ. അടുത്ത ഡോൾഫിനോ ചെസ് ബോർഡ് 100, ഫുട്ബോൾ 650, ക്രിക്കറ്റ് ബോൾ എത്രയാ 50 ആയോ? ഇല്ല അല്ലെ. അതായത് 900 ആയിട്ടില്ല. എത്രയായിട്ടുള്ളൂ? 800 ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് കൊടുത്ത ഒന്ന് മാറ്റാം. നമുക്ക് ചെസ് ബോർഡ് മാറ്റാം. ചെസ് ബോർഡ് വേണ്ട, ചെസ് ബോർഡ് 100 ഉള്ളൂ അല്ലെ. അപ്പൊ ശരി, നമുക്ക് എത്രയാണ് ടോട്ടൽ? 900 ആണ് ആവേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള 200 രൂപയുടെ ജേഴ്സി എടുക്കാം. അതായത് ഈ ജേഴ്സിയുടെ വില എത്രയാ? 200. അപ്പൊ ജേഴ്സി 200ഉം ഫുട്ബോൾ 650, ക്രിക്കറ്റ് ബോൾ 50. അപ്പൊ എത്രയാ? 900. അടുത്തത് കുട്ടികളുടെ മത്സരം. കുട്ടികളുടെ മത്സരത്തിനായി ചെസ് നമ്പർ തയ്യാറാക്കുന്നത് മിട്ടുമുയലാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനായി 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പറുകൾ തയ്യാറാക്കി. ചെസ് നമ്പറുകൾ എഴുതിയ എത്ര കാർഡുകളുണ്ട്? അതായത് 10 മുതൽ 20 വരെ എത്ര കാർഡ് എഴുതിയിട്ടുണ്ടാവും? എത്ര കാർഡായിരിക്കും? നമ്മള് ടോട്ടൽ എത്ര കാർഡാണെന്നാണ് ചോദ്യം ട്ടോ. എത്ര കാർഡ് എഴുതിയിട്ടുണ്ടാവും? 10 തൊട്ടിട്ട് 20 വരെ എന്ന് പറയുന്ന സമയത്ത് 11 കാർഡുകൾ അല്ലെ. അടുത്തത് നീന്തൽ മത്സരത്തിന് 30 മുതൽ 50 വരെയുള്ള കാർഡുകൾ ഉണ്ടാക്കി. എത്ര പേർക്കാണ് കാർഡുകൾ കൊടുത്തത്? അപ്പൊ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് 1 കൂട്ടിയാൽ ഉത്തരമായി. 50 ന്ന് 30 കുറയ്ക്കുക +1 21 കാർഡുകൾ. നെല്ലിക പെറുക്കൽ കളിക്കായി 60 മുതൽ 100 വരെയുള്ള കാർഡുകൾ ഉണ്ടാക്കണം. എത്ര കാർഡ് വേണം? 41 കാർഡുകൾ. ഞാൻ കണ്ടുപിടിച്ച രീതി അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറച്ചിട്ട് +1 ചെയ്തു. ഇനി ആകെ എത്ര രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത്? 90 രണ്ടക്ക സംഖ്യകളുണ്ട്. 100 മുതൽ 200 വരെ എത്ര സംഖ്യയുണ്ട്? 100 മുതൽ 101 അല്ലെ. മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 100 എഴുതിയാലും ഉത്തരം ശരിയാണ്. ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ? എത്ര മൂന്നക്ക സംഖ്യയുണ്ട്? 900 മൂന്നക്ക സംഖ്യകൾ അല്ലെ. 1നും 100നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 50 ഒറ്റ സംഖ്യയുണ്ട് കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് നൽകാൻ ആവശ്യമില്ല. അറിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. കണ്ടെത്തുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് മാത്രം കൊടുത്തു എന്ന് മാത്രം. ഉത്തരം ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. 50 ആണ് 50 ഒറ്റക്ക സംഖ്യകൾ ഉള്ളത് കേട്ടോ. 1നും 100നും ഇടയിൽ 50 ഒറ്റക്ക സംഖ്യകളും 50 ഇരട്ടക്ക സംഖ്യകളുമാണ് ഉള്ളത്. അടുത്തത്
കാർഡുകളി. സംഖ്യക്കാർഡ് കളിയിൽ ഞാനുമുണ്ടേ. ഓരോരുത്തർക്കും 4 കാർഡുകൾ വീതം കൊടുക്കും. അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളാണ് ജയിക്കുക. മണിയൻ ഉറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കൂ. 9, 3, 2, 5. ഏതൊക്കെ 3 അക്ക സംഖ്യകളായിരിക്കും ഉണ്ടാക്കിയത്? അപ്പൊ ഈ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുക. ഉണ്ടാക്കിയ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അത് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയതിലെ ഏറ്റവും വലിയ 2 അക്ക സംഖ്യ. അതായത് ഈ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 953ഉം ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 235ഉം ആണ്. ഏറ്റവും ചെറിയ സംഖ്യ അബാക്കസിൽ വരച്ച് കാണിക്കുക. അതായത് 235ന്. അപ്പൊ എത്ര നൂറാണ് 235ല്? 2 നൂറും അതേപോലെ 3 10ഉം 5 1ഉം. തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത? തുടർച്ചയായിട്ടുള്ള 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ഒറ്റ സംഖ്യയുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും. 2 ഇരട്ട സംഖ്യയുടെ തുകയുടെ പ്രത്യേകത 2 ഇരട്ട സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. 6ഉം 60ഉം 600ഉം ചേർന്നാൽ എത്രയാ? 666. 8 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര 10കൾ ചേർന്നതിന് തുല്യമാണ്? 8 നൂറ് എന്ന് പറയുന്നത് 1 നൂറ് 10 10കളാണെങ്കിൽ 8 നൂറ് എന്ന് പറയുന്നത് 80 10കളാണ്. അടുത്തത് അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അടുത്തത് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം 7 നൂറും 6 10ഉം 5 1ഉം ചേർത്ത് സംഖ്യ ഉണ്ടാക്കിയപ്പോൾ 675 എന്ന് എഴുതി. ശരിയായ സംഖ്യ ഏതാണ്? 675ന്റെ കൂടെ എത്ര 10കൾ ചേർന്നാൽ ശരിയായ സംഖ്യയാകും? ശരിയായ സംഖ്യ 765. ശരിയായ സംഖ്യ എത്രയാണ്? 765 അല്ലേ? അപ്പൊ ഇവിടെ എന്താ ചോദ്യം? 675ന്റെ കൂടെ എത്ര 10കൾ ചേർത്താൽ ശരിയായ സംഖ്യയാവും? 765 675 കുറച്ച് നോക്കുക. എത്രയാണ് ഉത്തരം വരിക? 90 ആണ് അല്ലേ? അപ്പൊ എത്ര 10 കൂടെ ചേരണം? എത്ര 10ആണ് ചേരേണ്ടത്? 9 10. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ എന്ത് എഴുതിയാൽ മതി നിങ്ങള്? അപ്പൊ എത്ര 10കൾ? ആകെ 10കൾ എന്ന് മാത്രം എഴുതിയാൽ മതിയേ. ആകെ 10കൾ എത്ര വേണം? 9 10കളാണ് ചേരേണ്ടത്. അടുത്ത ചോദ്യം, അബാക്കസിലെ 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്ത് ഇട്ടാൽ സംഖ്യ എത്ര കുറയും? ഇപ്പോഴത്തെ സംഖ്യ, ഈ അബാക്കസ് നോക്കിയിട്ട് ഇപ്പോഴത്തെ സംഖ്യ എഴുതുക. എത്ര 100ആണ്? 4 100ഉം 2 10ഉം 3 1ആണ്. അപ്പൊ ഇപ്പോഴത്തെ സംഖ്യ എത്രയാ? 423. മുത്ത് മാറ്റുമ്പോൾ മുത്ത് എങ്ങനെ മാറ്റണം? 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് എങ്ങോട്ട് ഇടണം? 10ലോട്ട് ഇടണം കേട്ടോ. അപ്പൊ എത്രയായി? 333. 100ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് 1ന്റെ സ്ഥാനത്ത് ഇട്ടാൽ സംഖ്യ എത്ര കുറയും? അപ്പൊ നമുക്ക് നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 331 നമ്മളിപ്പോ ഒന്ന് ഇട്ടു, അപ്പൊ ഇതിലോട്ടൊന്ന് ഇട്ടു, അപ്പൊ 333. ഇനി ഒന്നുകൂടെ 100ന്റെ സ്ഥാനത്ത് നിന്ന് എടുത്തിട്ട് ഒന്നുകൂടെ 1ൽ ഇടുകയാണെങ്കിൽ എങ്ങനെയാണെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോൾ എങ്ങനെയാ പറയുന്നത് അനുസരിച്ച് എഴുതുക. ചില ക്ലാസ്സിൽ എങ്ങനെയാ പറയുന്നത് വെച്ചാൽ ഈ 423, അതായത് ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചോദ്യത്തിലെ ഈ ചോദ്യത്തിലെ പോലെ ഇതിൽ പറയുന്ന പോലെ ഒരു മുത്ത് എടുത്തിട്ട് 10ലോട്ട് ഇവിടെ ഇടാതെ ഒരു മുത്ത് എടുത്തിട്ട് 1ൽ ഇടാനാണ് പറയുന്നത്. അതായത് ഈ ചോദ്യം നമ്മളിപ്പോൾ ഇവിടെ 234 എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ 333 നമുക്കിപ്പോൾ കിട്ടിയില്ലേ? മുത്ത് മാറ്റിയപ്പോൾ 333 കിട്ടി. പിന്നെയും നമ്മൾ ഒരു മുത്തും കൂടെ മാറ്റി. അങ്ങനെയാണ് 2 മുത്ത് മാറ്റുന്ന പോലെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതല്ല, ഇവിടെ 423 തന്നെയാണ് നമ്മൾ 423. ഇതിൽ നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് 1ലോട്ട് ഇടാനാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? 324 വരും അല്ലേ? അബാക്കസിൽ ഇപ്പോഴുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ? 900. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? 117 അല്ല, 108 കേട്ടോ. 108 ചെറിയ സംഖ്യയിൽ ചോദിച്ചു. അപ്പൊ 108 ആണ്. അടുത്തത് ലാസ്റ്റ് പാറ്റേൺ പൂർത്തിയാക്കുന്നതാണ് കേട്ടോ. അപ്പൊ പാറ്റേൺ പൂർത്തിയാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടുന്നതും ഉണ്ടാവും പാറ്റേൺ, കുറയുന്ന പാറ്റേൺ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ 596, 597, 598. അടുത്തെന്താ? 599, 600. അടുത്തത് 102, 112, 122, 132, 142. അടുത്തത് 123, 234, 345, 456, 567. അടുത്തത് കുറയുന്ന പാറ്റേൺ ആണ്. 986, 886, 786, 686, 586. അടുത്തത് 900, 890, 880, 870, 860.
നാലാമത്തെ ചോദ്യം കളം പൂർത്തിയാക്കൂ. 789 ഉണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ 789 എഴുതാം? 789 ഒന്നുകൾ, 78 പത്തുകൾ, 9 ഒന്നുകൾ, 7 നൂറുകൾ, 8 പത്തുകൾ, 9 ഒന്നുകൾ, 7 നൂറുകൾ, 89 ഒന്നുകൾ. അപ്പൊ നമ്മുടെ ഫുൾ ചാപ്റ്റർ, നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ ഫുൾ ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ ആൻസേഴ്സും ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.